ഡ്രൈവർ നിന്ന് കളഞ്ഞു. രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്കാരുടെ കൂടെ പോയിട്ടാണ് വരുന്നത്. അപ്പൊ അതിലൊരാള് വേഗം കഴിക്കട്ടെ, MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം. പുറമ്പോക്ക് എவ்வளவு பெரிய ആള്. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. MLA ഞങ്ങളുടെയൊക്കെ MLA ആണ്. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മൾ ഒരേ റൂട്ടിൽ ഓടുന്ന വണ്ടികളാണല്ലേ? എല്ലാരും വിളിക്കണത് അങ്ങനെയാണ്. ഇപ്പം അവര് ഉറപ്പിച്ചു കഴിഞ്ഞു. അവന്റെ ഒരു സത്യം പറച്ചില്. ആരാത് പറഞ്ഞേ? എടോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കവിടെ ഊഹിക്കാൻ പാടില്ലേ? ഞാൻ സ്നേഹത്തോടു കൂടി ഓരോ സമയം പ്രചരണത്തിൽ ഓരോരുത്തരോടും പെരുമാറുന്നത് കൊണ്ട് അവരെനിക്ക് അത്രയും ആത്മവിശ്വാസം തരുന്നു. അവരെന്റെ ഒപ്പം നിൽക്കുന്നു. ഓരോ BJP-യിലെയും 2020-യിലെ പ്രവർത്തകർ എന്റെ കുടുംബാംഗങ്ങളെ പോലെ മാറിക്കഴിഞ്ഞു ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ. അവർക്ക് തിരിക്കണമെന്നില്ല, പുറത്തിരുന്നാലും മതി. അതെ, പുറത്തിരുന്ന് ചെവി അടിക്കാനുള്ള യുവമാരുടെയൊക്കെ പണി. 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജ്ജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. വിഷമാണ്. ഇനി 4 ദിവസത്തെ പ്രചരണത്തിനുള്ളൂ എന്നുള്ളതാണ് അവരുടെ വിഷമം. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. താമര എന്നുള്ള ചിഹ്നം മാറിയതുകൊണ്ടായിരിക്കാം ചക്ക ചിഹ്നം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിൽ നീരസം ഉണ്ടായിരിക്കാം. താമര തന്നെയാണ് ചക്ക. കണ്ടാലും തോന്നും. എന്താണ് തമാശയാക്കാണ്? അല്ല, തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട കേട്ടോ. ഭയങ്കരമായ ആള്. എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? തന്നെയാണ് താമര. താമര തന്നെയാണ് ചക്ക. ചക്ക നമ്മളിങ്ങനെ പൊളിച്ച് കാണുമ്പോൾ താമരയുടെ ഇതളുകൾ പോലെ. അപ്പൊ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. എടുത്തണ്ട, ആർക്കായാലും ഇച്ചിരി വെളിച്ചം തലേ കയറിക്കോട്ടെ. എല്ലാ കാര്യങ്ങളിലും കോർഡിനേഷനും ഒരു ലീഡർഷിപ്പ് റോൾ എനിക്ക് ചെറുതിലേ മുതലുണ്ടായിരുന്നു. എന്റെ അച്ഛൻ എപ്പോഴും തോളത്തെത്തിയിട്ട് പറയും മന്ത്രിയാവുന്ന തോന്നയുള്ളു. ഞാൻ പറഞ്ഞിട്ടില്ല. കാലത്തെ ആരാത് എന്നോട് പറഞ്ഞു? മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. കളിയാകാതെ, മന്ത്രിയാവുന്ന എന്റെ ജാതകത്തില് അറിയോ? ആദ്യം എളുപ്പമായെന്ന് വരും. അതിനുള്ള വിദ്യാഭ്യാസം ഒരു പറഞ്ഞു ഊതാതെ യൂണിറ്റ് എപ്പോഴും പറയുന്ന ഡയലോഗ് ഒക്കെ രാഷ്ട്രീയത്തിൽ ഭയങ്കര ഭാവിയാണ്. ഇവിടെ മന്ത്രിയാവുന്ന ചെറുപ്പത്തിലെ കഥ കേട്ടോ പറയണേ. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ, അതാ നല്ലത്. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.